നമസ്കാരം. പ്രധാന വാർത്തകൾ. വെടിനിർത്തൽ ലംഘിച്ച് ഇറാൻ. ഇസ്രായേൽ ലെബനോന് നേരെ ആക്രമിച്ചതിന് പിന്നാലെയാണ് ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തിയത്. UAE, സൗദി, കുവൈറ്റ്, ബഹ്റിൻ എന്നിവിടങ്ങളിൽ കനത്ത ആക്രമണം നടന്നു. എണ്ണശുദ്ധീകരണശാലയ്ക്ക് നേരെയും ആക്രമണം നടന്നു. 17 ബാലിസ്റ്റിക് മിസൈലുകളും 35 ഡ്രോണുകളും ഉപയോഗിച്ചാണ് UAEയിലേക്ക് ആക്രമണം നടത്തിയത്. ഇന്നലെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേൽ ലെബനോനിലേക്ക് ആക്രമണം നടത്തിയത്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് നടന്ന ആക്രമണത്തിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഹോർമോസ് പൂർണ്ണമായും തുറന്നിട്ടില്ല. ലെബനോനിലേക്ക് കനത്ത ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. പല രാജ്യങ്ങളും ഫ്ലൈറ്റ് സർവീസെല്ലാം പുനരാരംഭിച്ചതായിരുന്നു. വീണ്ടും ഫ്ലൈറ്റ് സർവീസുകളെല്ലാം നിർത്തലാക്കിയിരിക്കുകയാണ്. താൽക്കാലികമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ ഇറാൻ പറഞ്ഞ കാര്യങ്ങളിൽ മെയിനായിട്ടുള്ളതായിരുന്നു ലെബനോനിലേക്ക് ആക്രമണം നടത്തരുത് എന്നുള്ളത്. അതാണ് ഇസ്രായേൽ ലംഘിച്ച് ലെബനോനിലേക്ക് കനത്ത ആക്രമണം നടത്തിയത്. അമേരിക്കയുടെ പുതിയ നീക്കം എന്തായിരിക്കുമെന്ന് ഉടൻ തന്നെ മറുപടി കൊടുക്കുന്നത് ഇതിനെതിരെ ട്രംപ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സൗദിയുടെ കിഴക്കൻ ഗൾഫ് രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് നിന്ന് ഇറാനെ നേരിടുമോ? ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ബഹ്റിനിൽ വൻ തീപിടുത്തമുണ്ടായി. ഖത്തറിലേക്ക് വലിയ രീതിയിലുള്ള ആക്രമണം നടത്തി. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. ഈ വെടിനിർത്തൽ ലംഘനം വൻ യുദ്ധത്തിലേക്ക് പോകുമോ?